നല്ല മണം. നല്ല ടേസ്റ്റ്, നല്ല ക്രഞ്ചിയും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കപ്പ് മൈദയിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു തവി എന്ന് പറയുന്നത് ഒരു കപ്പിൻ്റെ അതേ അളവാണ്, അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പറഞ്ഞത്. ഇത് കുറച്ച് ആവശ്യം എത്രയാണെന്നുള്ളതനുസരിച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം കൈ കൊണ്ട് കുഴച്ച് കുറച്ച് എണ്ണ അടിയിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തൂകി നമുക്ക് മൂടി വയ്ക്കാം. ഈ സമയത്ത് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും മുട്ടയും റെഡിയാക്കാം. 3 മുട്ട, വെജിറ്റബിൾസ് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം 3 മുട്ട നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാം. ഈ പുഴുങ്ങിയ മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ, അതായത് ക്യാരറ്റ്, ക്യാബേജ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ആദ്യം സവാള വഴറ്റി കുറച്ച് കഴിയുമ്പോൾ മാത്രം മറ്റേ വെജിറ്റബിൾസ് ഇട്ടാൽ മതി. സവാള ഒന്ന് വഴറ്റി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് പച്ചമുളകും ഉണ്ട്, ഇതിൽ തന്നെ ചതച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതിട്ടൊന്ന് മിക്സാക്കി അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ കുറച്ച് നേരം വഴറ്റാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വെജിറ്റബിൾസ്, അതായത് ക്യാബേജും ക്യാരറ്റും അതും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 5 മിനിറ്റ് വേവാനായിട്ട് മൂടി വയ്ക്കാം. വെജിറ്റബിള് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലോട്ട് ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലോട്ടിട്ട് ഒന്ന് മിക്സാക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിനാദ്യം നമ്മൾ വെജിറ്റബിളിന് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ചൊരു ടേസ്റ്റ് കുറച്ച് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സോസ് ഒഴിക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ചേർത്ത് അത് മിക്സാക്കാം. ഇപ്പോൾ ഫില്ലിങ്സ് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടെ കലക്കി ഒഴിച്ച് അത് മിക്സാക്കി കഴിഞ്ഞാൽ ഒരു ക്രീമി ടേസ്റ്റ് കിട്ടും. അതിന് ആവശ്യമുള്ളവർക്ക് കുറച്ച് ചീസ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായി. ഇനി നമുക്ക് മാവ് നോക്കാം. മാവ് നമുക്ക് ഈ പരത്തി അതായത് ഒരു 10 റോൾ ഉണ്ടാക്കാനുള്ള മാവാണിത്. അപ്പോൾ നമുക്ക് 10 പോർഷനായിട്ട് നമുക്ക് ഇത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഒരേ അളവിലായിരിക്കണം, അത് ശ്രദ്ധിക്കണം. അതേ അളവിൽ ആക്കി നമുക്ക് ഇത് ആദ്യം ഓരോ ചെറിയ ചപ്പാത്തി പോലെ ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് എണ്ണ തൂകി, അതായത് 5 എണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാറ്റി വെച്ചത് നമ്മൾ ഓരോന്നും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. അത് ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നും കറക്റ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇട്ടതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ഓരോന്നും എടുത്തിട്ട് ഒന്ന് കറക്റ്റ് ആക്കി കൊടുക്കുക അതിൻ്റെ അളവ്. അല്ലെങ്കിൽ പരത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടിരുന്നാൽ അത് നല്ലവണ്ണം ഒട്ടിയിരിക്കും, നമുക്ക് പരത്താനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഓരോന്നും നമ്മൾ മാവിൽ മുക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് ചപ്പാത്തിയുടെ ഏകദേശം ഒരു ചെറിയ ചപ്പാത്തിയുടെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും ഒരു ചെറിയ ചപ്പാത്തിയുടെ അത്ര നമുക്ക് പരത്തിയെടുക്കാം. എല്ലാം ഇതുപോലെ, അതായത് ഈ 5 എണ്ണവും ഇതുപോലെ നമുക്ക് പരത്തി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് നമുക്ക് ചൂടായ തവയിലോട്ടിട്ട് എല്ലാം ഒന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വെന്ത് പോരുത്, തിരിച്ചും മറിച്ചും ഇട്ട് ആ ചെറിയ കുമിളുകൾ വരുന്നതാണ് അതിൻ്റെ ആ ഒരു പരുവം. ആ പരുവത്തിന് നമ്മൾ ഇത് മാറ്റി വെച്ച് എല്ലാം ഇതുപോലെ 5 ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം. ചുട്ടെടുത്ത ചപ്പാത്തി നമ്മൾ അതിൻ്റെ ലെയർ തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ട് ഓരോന്നും ഈ 2 റോളിന് വേണ്ടിയിട്ടുള്ള ലെയറാണ്. അപ്പോൾ ഓരോന്നും എടുത്തിട്ട്
പതുക്കെ ഇങ്ങനെ അറ്റം എവിടെയാണ് അതിൻ്റെ നോക്കിയിട്ട് അതിൻ്റെ ജോയിൻറ്റ് നോക്കിയിട്ട് പതുക്കെ ഒന്ന് വിടർത്തി കൊടുക്കണം. അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇത് ഓരോന്നും വിടർത്തുന്ന സമയത്ത് തന്നെ നമ്മൾ എത്ര അത് തിന്നാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. വളരെ തിന്നായിട്ടുള്ള, നമ്മൾ ഒറ്റയ്ക്ക് പരത്തുന്നതിനേക്കാളും ഇങ്ങനെ ചേർത്ത് വെച്ച് രണ്ടെണ്ണം ചേർത്ത് വെച്ച് പരത്തി കഴിഞ്ഞാൽ നല്ല തിന്നായിട്ടുള്ള ചപ്പാത്തിയുടെ ലെയർ കിട്ടും, റോളിൻ്റെ ലെയർ. അടുത്തതായിട്ട് നമ്മൾ കുറച്ച് മൈദമാവ്, അതായത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മൈദമാവ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഒന്ന് ലൂസ് പരുവത്തിലാക്കി എടുക്കണം. അതിൻ്റെ അറ്റം ഫില്ലിങ് വെച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ്. ഇത്ര ഒരു ഇതിൽ മതി. എന്നിട്ട് ഓരോ റോളിൻ്റെ ആ ഷീറ്റ് എടുത്ത് അതിലോട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ഒട്ടിക്കാനായിട്ട് മൈദയുടെ ആ ഒരു ബാറ്റർ തേച്ച് കൊടുത്ത് നമുക്ക് ഒട്ടിക്കുന്നത് തന്നെ ഒരു മടക്ക് മടക്കി ഒന്ന് പ്രസ് ചെയ്തിട്ട് രണ്ട് വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ എല്ലാം നമുക്ക് ഒരു 10 റോളും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ചൂടുള്ള ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഓരോന്നും ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ഇത് ചെയ്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തിരിച്ച് അത് നമ്മൾ അതിൻ്റെ കണക്ക് പോലെ നോക്കിയിട്ട് തിരിച്ചിട്ട് 2 സ്റ്റെപ്പായിട്ടാണ്, 5 എണ്ണം വെച്ചായതുകൊണ്ട് 2 സ്റ്റെപ്പായിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഓരോന്നും അതിൻ്റേതായ നല്ല ചെറിയ തീയിൽ കിടന്നിട്ട് വേണം അത്, എന്നാലേ ആ ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. നമുക്ക് 2 സ്റ്റെപ്പായിട്ട് നമുക്ക് പൊരിച്ചു കോരാം. നമുക്ക് അടുത്ത ട്രിപ്പും ഇതുപോലെ തന്നെ പൊരിച്ചു കോരാം. എപ്പോഴും പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിം ആകരുത്. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആ ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നെങ്കിൽ മുട്ട വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റോളാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ ഇനിയും വരാൻ. ടാറ്റാ.